കഴിഞ്ഞ ആഴ്ച നമ്മൾ ചെയ്ത വീഡിയോയുടെ പ്രധാന ടോപ്പിക് ഇതായിരുന്നു. ഒരു സ്ട്രേഞ്ചേഴ്സുമായിട്ട് നമ്മൾ ഫ്രണ്ട്ലി കോൺവെർസേഷൻ നടത്താൻ പലർക്കും മടിയാണ്. മടി എന്നുള്ളതിനുപരിയായിട്ട് അവർക്കത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് അറിയില്ല. എങ്ങനെ നമുക്കൊരു സ്ട്രേഞ്ചേഴ്സിനെ ഒരു ഫ്രണ്ടാക്കി മാറ്റാം എന്നുള്ള സിമ്പിളായിട്ടുള്ള 7 സ്റ്റെപ്സിനെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോ വഴി പറയാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ പേര് നിഷാദ് കരീം, ഞാനൊരു ട്രെയിനറും ബിസിനസ് കോച്ചുമാണ്. എങ്ങനെയാണ് നമ്മളൊരു അപരിചിതരുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? കോൺവെർസേഷൻസ് അല്ലേ, സംഭാഷണം. എന്താണൊരു കോൺവെർസേഷൻ? ഒരാൾ സംസാരിക്കുന്നു, മറ്റൊരാൾ ലിസൺ ചെയ്യുന്നു. ഇതാണൊരു കോൺവെർസേഷൻ്റെ പ്രധാന കൺസ്ട്രക്റ്റ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ സംസാരിക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്, പക്ഷേ ലിസൺ ചെയ്യാനായിട്ട് നമ്മൾ ഒട്ടും തയ്യാറല്ല. ലിസണിങ് എന്ന് പറയുന്നത് മറ്റുള്ളവർ പറയുമ്പോൾ അവർക്ക് എത്രത്തോളം റെസ്പെക്റ്റ് കൊടുക്കുന്നത് എന്നുള്ളതാണ്. നമ്മൾ പ്രധാനപ്പെട്ട പോയിന്റ്, നമ്മളൊരാളുമായിട്ട് ഈ കോൺവേഴ്സ് ചെയ്യുമ്പോൾ അവർക്ക് കംപ്ലീറ്റ് ആയിട്ട് ലിസൺ ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു റെസ്പെക്ട് ടു ദം അല്ലേ? നമ്മൾ സാധാരണ ആളുകളായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ ചോദിക്കുന്ന പ്രധാന ചോദ്യങ്ങളുണ്ട്. ഹൗ ആർ യു, വാട്ട്സ് ഹാപ്പനിങ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്ക് എപ്പോഴും വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഉത്തരങ്ങളായിരിക്കും കിട്ടുക. ഐ എം ഫൈൻ, ഐ എം ഓക്കെ. എപ്പോഴും നമ്മൾ കോൺവെർസേഷൻ കുറച്ചും കൂടി പേഴ്സണലൈസ്ഡ് ആക്കാൻ ശ്രമിക്കുക. പേഴ്സണലൈസ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒഫൻഡഡ് ആവുന്ന ചോദ്യങ്ങളല്ല. ഇപ്പോൾ ഒരാളൊരു സ്ഥലത്ത് വരുമ്പോൾ എത്ര നാളായി നിങ്ങൾ ഈ സിറ്റിയിൽ വന്നിട്ട്, നിങ്ങളുടെ പേരൻസ് എവിടെയാണ്, ഈ സിറ്റി ഇഷ്ടപ്പെട്ടോ, അങ്ങനെ അവരെ കൊണ്ട് കൂടുതൽ സംസാരിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെയാണ് നമുക്ക് റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു കാരണവശാലും ഒരു വ്യക്തിയുമായിട്ട് ഒരു ഡിസഗ്രിമെൻറ്റോ ആർഗ്യുമെൻറ്റോ ഒരു കോൺട്രവേഴ്സ്യൽ ടോപ്പിക്കിനെ കുറിച്ചോ ഒരു കോൺവെർസേഷൻ ഇനീഷ്യേറ്റ് ചെയ്ത്, കാരണം അതെപ്പോഴും ഒരു പക്ഷേ അതൊരു ഹോസ്റ്റിലിറ്റിക്ക് വഴി തെളിക്കാം. നമ്മൾ പലപ്പോഴും ആളുകൾക്ക് കോംപ്ലിമെൻറ്റ്സ് കൊടുക്കാറുണ്ട്. പലപ്പോഴും നമ്മുടെ കോംപ്ലിമെൻറ്റ്സ് വളരെ ജനറിക് ആയിരിക്കും. ഈ ജനറിക് കോംപ്ലിമെൻറ്റ് ഒരിക്കലും ഒരു ഇമ്പാക്റ്റ് ആളുകളിൽ ക്രിയേറ്റ് ചെയ്യില്ല. ഇപ്പോൾ ഒരാളെ കാണുമ്പോൾ നമ്മൾ വളരെ യു ബ്യൂട്ടിഫുൾ, യു ആർ ഹാൻസം എന്നുള്ള പറയുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മൾ വളരെ ജെനുവിൻ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കോംപ്ലിമെൻറ്റ് കൺസ്ട്രക്റ്റ് ചെയ്തിട്ട് അവരുമായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, നമ്മളൊരു കോൺവെർസേഷൻ വരുമ്പോൾ എല്ലാ കോൺവെർസേഷനും ഒരു ഫ്ലോ ഉണ്ട്. ആ ഫ്ലോ ബ്രേക്ക് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ, ആ വ്യക്തിയെ ഒഫൻഡ് ചെയ്ത ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക. അത് പലപ്പോഴും പല സ്ഥലത്തും ആളുകൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതെപ്പോഴും ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കാനായിട്ട് സഹായിക്കും. എപ്പോഴും റിലേഷൻഷിപ്പ് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ, ഒരു വ്യക്തിയുടെ പേര്, അവർ വരുന്ന പ്ലേസ്, നിങ്ങൾ തമ്മിലുള്ള കോമണാലിറ്റീസ് അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കുക. നമ്മൾ കോൺവെർസേഷൻ എപ്പോഴും ബ്രീഫാക്കി വയ്ക്കുക. നമ്മൾ ഒരിക്കലും വളരെ ഇലാബറേറ്റ് ആയിട്ട് പറഞ്ഞിട്ട് ആ വ്യക്തിയെ ബോറടിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ കോൺവെർസേഷൻസ് ഒരിക്കലും വരുത്താതിരിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്, നിങ്ങൾ മീറ്റ് ചെയ്യുന്ന വ്യക്തികളുമായിട്ട് പലതരത്തിലുള്ള എക്സ്പീരിയൻസിൽ ഡിഫറൻസസ് ഉണ്ടാകും. ഒരു കാരണവശാലും നിങ്ങളുടെ എക്സ്പീരിയൻസ് മറ്റുള്ള ഒരാളുമായിട്ട് ഒരിക്കലും ഇക്വേറ്റ് ചെയ്ത്, കാരണം എക്സ്പീരിയൻസസ് ആർ വെരി പേഴ്സണൽ. ഒരാളൊരു കാര്യം ജോലിയെക്കുറിച്ച് നെഗറ്റീവായിട്ട് സംസാരിക്കുമ്പോൾ യു ഷുഡ് നോട്ട് സേ ദാറ്റ് ഐ ഓൾസോ ഹേറ്റ് മൈ ജോബ്. നമ്മൾ ഈ പറയുന്ന ഈ 7 സിമ്പിൾ ടെക്നിക്സ് എന്ന് പറയുന്നത് സൈക്കോളജിക്കലി പ്രൂവൻ ആണ്. ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും ഒരു സ്ട്രേഞ്ചേഴ്സിനെ ഫ്രണ്ട്ലി ഇൻട്രാക്ഷൻ ചെയ്തിട്ട് അവരെ ഫ്രണ്ടാക്കി വയ്ക്കാം. കാരണം each stranger comes with lot of opportunity. Hope this video is useful to you. Thank you very much for watching.